അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിന്ന് പുതിയൊരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷുവൊക്കെയല്ലേ, അപ്പോൾ നമുക്ക് അവിലും ചക്കക്കുരുവും ചേർത്തിട്ട് ഒരു പായസം. അപ്പോൾ അതിന് ചക്കക്കുരു പോളയും കരിന്തൊലിയും കളഞ്ഞ് ചെറുതായി അരിഞ്ഞ് കുക്കറിലിട്ടിട്ട് 5-6 വിസിലാക്കിയെടുക്കണം. നല്ലോണം ഉടഞ്ഞ് വേവണം കേട്ടോ. അത് നമുക്കൊന്ന് ക്രഷ് ചെയ്ത് വയ്ക്കാം. കൈ കൊണ്ടൊന്നിങ്ങനെ ഉടച്ചാൽ മതി, അല്ലാണ്ട് മിക്സിയിലൊന്നും അടിക്കണ്ട. വെറുതെ കൈ കൊണ്ടൊന്ന് ഉടയ്ക്കാം. പിന്നെ നമുക്കിത് ഒരു പരന്ന പാത്രത്തിൽ ഇത്തിരി നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വഴറ്റിക്കോരുക. ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാം, അധികം ചിലവൊന്നും ഇല്ലാണ്ട്. വിഷുവിന് നമുക്ക് ഇലയിൽ വിളമ്പാവുന്ന സൈസ് പായസമാണത്. കുറുകിയിരിക്കും. അതിന് അവിൽ, ഞാൻ മട്ട അവിലാണ് എടുത്തിട്ടുള്ളത്. വെള്ള അവിലായാലും കുഴപ്പമില്ല. അത് നമുക്ക് ആ ബാക്കി നെയ്യിലൊന്ന് എടുത്തിട്ട് ഒന്ന് ചെറുതാക്കി ഒന്ന് മൊരിയിച്ചെടുക്കുക. അപ്പോൾ അത് അവിൽ വെന്തുടയില്ല, ഒന്ന് ക്രിസ്പി ആക്കി എടുക്കുക. ഇപ്പോൾ ഏകദേശം പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഉരുക്കി അരിച്ച് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. മധുരം നിങ്ങളുടെ പാകം അനുസരിച്ചൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചക്കക്കുരു ഉണ്ടല്ലോ, അതെടുത്തിട്ട് കൊടുക്കാം. അപ്പോൾ ആ വെല്ലും ചക്കക്കുരുവിലും നമുക്ക് ആ മധുരമൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും. ഇതൊന്ന് വെള്ളം വറ്റണ പരുവായിക്കോട്ടെ കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ചുക്കുപൊടി ഇട്ടു, ലേശം ചുക്കുപൊടി ഇട്ടു. ഇനി നമുക്ക് ഏലക്കപ്പൊടി ഇടാം. ഏലക്കപ്പൊടി ഇത് പഞ്ചസാര ചേർത്ത് വെച്ചിട്ടുള്ളതാണ്. 3 ഏലക്കൊക്കെ മതി കേട്ടോ, അത് പൊടിച്ചത്. ഇനി നമ്മൾ കോക്കനട്ട് മിൽക്കാണ് ആദ്യം ചേർത്തിട്ടുള്ളത്. ഒരു ഗ്ലാസ് കോക്കനട്ട് മിൽക്കാണ്. 1/4 പാൽ തന്നെയാണ് നമ്മൾ ചേർക്കുന്നത്. എല്ലാം വെന്തതല്ലേ, ഇനി നമുക്കതൊന്ന് കുറുക്കിയെടുക്കേ വേണ്ടൂ. അപ്പോൾ 1/4 പാൽ മാത്രം ചേർത്താൽ മതി. ഇനി നമ്മൾ ചേർക്കുന്നത് 1 ഗ്ലാസ് തന്നെ പശുവും പാലാണ്. ഇനി നമുക്കത് തിളച്ചൊന്ന് കുറുകണ വരയ്ക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ, ഒരു നുള്ള് ഉപ്പ് ചേർത്തു കേട്ടോ, പൊടി ഉപ്പ്, ഒരു നുള്ള് മാത്രം. ആ മധുരം ഒന്ന് പാകമായി കിട്ടാൻ വേണ്ടി. ശർക്കര ചേർത്തിട്ടുള്ളതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം കേട്ടോ. ശർക്കരയിൽ ഒരു ഉപ്പ് രസം ഉണ്ടാവും പൊടി ഉപ്പ് ചേർക്കുന്നത്. ഒരു ചെറിയ നുള്ള് അത്രേ ചേർക്കണ്ട. ഇതിപ്പോൾ തള വന്നു തുടങ്ങി. ഇനി നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വന്നാൽ മതി. ഇനിയിപ്പോൾ അവിലൊക്കെ ഉള്ളതുകൊണ്ട് അത് ചെറുതായിട്ട് കുറുകി വന്നാൽ തന്നെ തണുക്കുമ്പോൾ അത് ഇത്തിരിയും കൂടിയും കുറുകൽ കൂടുള്ളൂ. കണ്ടോ, അപ്പോൾ പാകായി. ഇത്ര നേരെ നമുക്ക് പണിയുള്ളൂ. നമുക്ക് ആ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ കണ്ടല്ലോ എത്ര ഈസിയാണെന്ന്. വിഷു ആയിട്ട് എന്തായാലും ഉണ്ടാക്കിയോളാം. എല്ലാ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്.
നല്ല രുചിയുള്ളൊരു പായസമാണ്. നമുക്ക് വെറും 10 മിനിറ്റ് നേരം ആ ചക്കക്കുരുവൊക്കെ ഒന്ന് ഒരുക്കാനുള്ള നേരം നമുക്ക് പോകുള്ളൂ. നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഈ പായസം ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. എല്ലാവർക്കും വിഷു ആശംസകൾ.